ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നപ്പം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ അത് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു, കുട്ടി വ്ളോഗ് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചിക്കനും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാമല്ലേ. ബാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, സവാള ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് മസാല കുറച്ചൊന്ന് മിക്സിയിലിട്ട് അടിക്കാണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളി വഴറ്റിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ വഴണ്ടി വരുന്നുള്ളൂ. ഇതിൽ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ഇവിടെ ലൈറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളുണ്ട്. നമ്മൾ പിന്നെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സ്റ്റാർട്ടിങ് ഒക്കെ അല്ലേ, ഇഷ്ടമെന്നൊക്കെ വിചാരിക്കണം. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കുറച്ചിങ്ങനെ കണ്ടോ അലക്കോലായിട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ ഒതുക്കി വെക്കണം. കുഞ്ഞ് കിച്ചണാട്ടോ ഞങ്ങളുടെ, ചെറിയ കിച്ചണാണ്. ഒരുപാട് സ്പേസ് ഒന്നും അതുകൊണ്ട് ഒരുപാട് അലങ്കോലമായിട്ട് ഇടാൻ നമുക്ക് പറ്റില്ല, സ്ഥലമില്ലല്ലോ. ഉള്ളത് നമ്മൾ വേഗം പെറുക്കി എടുത്ത് വെക്കുമല്ലോ. നല്ല മഴയിട്ടോ പുറത്ത്, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല തണുപ്പ് പിടിച്ചു കേട്ടോ. അതുകൊണ്ട് ഇവിടെ കുറേ ദിവസമായിട്ട് മഴയാണ്, വെയിലൊക്കെ വന്നിട്ട് ഇഷ്ടംപോലെ. ഞാൻ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തുണി മടക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ. ഇനി അതൊക്കെ ഈ ഫുഡ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് തുണിയും കാര്യങ്ങളൊക്കെ മടക്കാൻ. മഴ കാണിച്ചു തരാവേ. ഞങ്ങൾ പിന്നോട് രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ, ഞാനും ചേട്ടനും മാത്രമേ എൻ്റെ ചെടികളാട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചി എനിക്ക് തന്നതാണ്. ഞാനൊക്കെ നോക്കി വെള്ളം ഒഴിച്ച് ഫുള്ള് പരിചരിച്ചത് വലുതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അടുപ്പത്തെ കാര്യങ്ങളൊക്കെ കുറേ സാധനങ്ങൾ വെച്ചിരിക്കുകയാണ്. ഉള്ളി വഴറ്റാൻ വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ചിക്കൻ കറി മാത്രമല്ല, ചില്ലി ഉണ്ടാക്കാൻ വേണ്ടി ചില്ലിക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ പുരട്ടി വെക്കുക കേട്ടോ. ഏട്ടൻ വരുമ്പോഴേക്കും അതൊക്കെ ആക്കണ്ടുള്ളൂ. ഏട്ടൻ വരാൻ 10-10:30 ആവും. ഇപ്പോൾ സമയം എത്ര 7-7:15 അത്രയൊക്കെ ആയിട്ടുള്ളൂ. കുറേ പണിയുള്ളതുകൊണ്ട് ഞാൻ വേഗമൊക്കെ കഴിക്കാതെ വന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ചിക്കനിക്കുള്ള മസാലയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരടുപ്പത്ത് ചിക്കനും ഒരടുപ്പത്ത് ചില്ലിക്കും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയെല്ലാം ചെയ്യുന്നത്. സൺഡേ മാർക്കറ്റൊക്കെ ആയിരുന്നു. മാർക്കറ്റിൽ പോയ കുറേ സാധനങ്ങൾ എടുത്ത് വയ്ക്കാനും എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം സാവധാനം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. രാത്രിയായാലും പകലായാലും കിച്ചൺ ഫുള്ള് ഇരുട്ടാണ്. ലൈറ്റ് ഇടാതെ പണി കാര്യങ്ങൾ നടക്കില്ല. ഒരു ജനലുണ്ട്, പക്ഷെ അത് വല്ലാണ്ട് തുറക്കാറില്ല. കാരണം ഇവിടെ കുരങ്ങന്മാരുടെ ശല്യം വളരെയധികം കൂടുതലായതുകൊണ്ട് കിച്ചണത്തെ മെയിൻ ജനൽ അടച്ചിട്ടില്ല, നെറ്റിൻ്റെ ജനൽ മാത്രമേ അടച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇവിടെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം പുകയും ഇതൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ വേണ്ട പറഞ്ഞിട്ട് പുറത്ത് കിടക്കട്ടെ പറഞ്ഞിട്ട് അത് തുറന്നിട്ടിട്ടുണ്ട്. ചിക്കൻ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മിക്സാക്കി വെച്ചത് അതിട്ട് ഇടുക കേട്ടോ. ഞാൻ അടുപ്പത്തേക്ക് വെച്ച പണി കഴിയുമല്ലോ. അപ്പോൾ ചിക്കൻ കറി ഇവിടെ അടുപ്പത്ത് കിടന്നാവട്ടെ. അപ്പോൾ കുറച്ച് തുണിയും കാര്യങ്ങളും മടക്കാണ്ട് ആ സമയം കൊണ്ട് അത് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഇത്രയും തുണികൾ വേറെ ഒന്നും കൊണ്ടല്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇപ്പോൾ ഉണങ്ങി കിട്ടും. കാരണം നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ തുണി കാര്യങ്ങളൊക്കെ വിരിച്ച് വെച്ചിട്ട് ബാക്കി പണി കാര്യങ്ങളൊക്കെ നോക്കാൻ വെച്ചു. ചിക്കൻ കറി മാത്രമേ ആയിട്ടുള്ളൂ. ഇനി ചില്ലിയും അതുപോലെ തന്നെ ചപ്പാത്തിയും, അതുപോലെ ഏട്ടനെ വിളിച്ചപ്പോൾ പൂരി ഉണ്ടാക്കുക പറഞ്ഞു. അപ്പോൾ അതും ഇതൊക്കെ ഉണ്ടാക്കണം. ഇനിയും കുറേ പണി കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം ഓരോന്നും അതിൻ്റെ ഇടയിൽ കഴിച്ച് അത്രയും സമാധാനമില്ലാണ്ട് ഞാൻ കഴിക്കുക കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പണിയെടുത്താൽ മാത്രമായിട്ട് ടൈം പോവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ബോറടിക്കും. ചില സമയത്ത് സമയം പോണതേ അറിയില്ല. വല്ല പണി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകും കേട്ടോ. അപ്പോൾ തുണി മടക്കിയതൊക്കെ ഞാൻ ഷെൽഫിലേക്ക് എടുത്ത് വെച്ചാൽ ഷെൽഫും കുറച്ച് അലങ്കോലമായി കിടക്കുക. ഷെൽഫ് ഇനി ഒരു ദിവസം ക്ലീൻ ആക്കണം. അപ്പോൾ ചിക്കൻ കറി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പോയി നോക്കാം നമുക്കൊന്ന് എന്തായി അവസ്ഥ നോക്കാമല്ലോ നമുക്ക്. അപ്പോൾ ചിക്കനിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതവിടെ കിടന്നാവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് കാര്യങ്ങളില്ല. കാരണം ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളും ഏട്ടൻ പോയാൻ ഒറ്റയ്ക്കുള്ള എൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ പുറത്തേക്ക് വല്ലപ്പോഴും പോകുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാനുണ്ടാവുള്ളൂ. ഇവിടെ നാട്ടിൽ പോകുമ്പോഴായിരിക്കും ഇനി അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുക. അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഞങ്ങളുടെ കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നിങ്ങൾ. കറിവേപ്പില കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിവേപ്പില ഒരു ഡപ്പയിലാക്കി വെച്ചാൽ ചീത്തയാവില്ലല്ലോ, കുറച്ച് ദിവസമെങ്കിലും ഇരിക്കുമല്ലോ പറഞ്ഞിട്ട് അതങ്ങനെ ചെയ്ത് വെച്ചാൽ കുറച്ച് ദിവസത്തിന് തണ്ടണ്ടല്ലോ കറിവേപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കി വെക്കുക കേട്ടോ ഒരു ഡപ്പയിൽ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചപ്പും ചോറൊക്കെ പെറുക്കി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചില്ലി വറക്കണം. ചില്ലി വറക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് നമുക്ക് ചില്ലും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് അടുപ്പും കാര്യങ്ങളൊന്നുമില്ല, എല്ലാ കുക്കിങ്ങും നമ്മൾ ഗ്യാസിലാട്ടോ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഇനി അടുപ്പത്ത് കിടന്ന് അവിടെ ആവട്ടെ. അത് പിന്നെ നമുക്ക് ഇടയ്ക്ക് പോയി നോക്കിയാൽ മതി. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം, പൂരി ഉണ്ടാക്കണം. എനിക്ക് പൂരിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ 2 ഉണ്ടാക്കുന്നത്. കാരണം പൂരി എണ്ണയിലിട്ട് ഇതാക്കണതുകൊണ്ട് എനിക്ക് കഴിച്ച് എന്താണെന്നറിയില്ല, ഇഷ്ടക്കുറവൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് വയറ് വേനിക്കും. ആ പേടി കൊണ്ട് ഞാൻ പൂരി അധികം കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കുക, കൂട്ടി ഉണ്ടാക്കി എനിക്ക് രാവിലേക്കും കഴിക്കാമല്ലോ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചപ്പാത്തിയും കുറച്ച് ഉണ്ടാക്കാറുണ്ട്. അപ്പോഴാണ് പൊടി കഴിഞ്ഞത്. അപ്പോൾ ഞാൻ പൊടി ഒരു പാക്കറ്റ് പൊട്ടിച്ചിടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ എപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം മൈദയും ആട്ടയും കൂടി മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുള്ളൂ കേട്ടോ.
കാരണം അപ്പം ഭയങ്കര സോഫ്റ്റായി കിട്ടും നമുക്ക് ചപ്പാത്തി. ഇന്നുണ്ടാക്കിയാലും നാളെ രാവിലേക്ക് ആയാലും അത് ഭയങ്കര കട്ടിയാവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ കേട്ടോ ചെയ്യാറ്. നല്ലപോലെ കുഴയ്ക്കുകയാണ് കേട്ടോ. ഒരടുപ്പത്ത് നമ്മുടെ ചില്ലിയും ഒരടുപ്പത്ത് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഞാൻ മാവും കാര്യങ്ങളൊക്കെ കുഴച്ച് സെറ്റാക്കട്ടെ പറഞ്ഞു. അപ്പോൾ എണ്ണക്കുപ്പി വീണ് കുറച്ച് എണ്ണയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തു കേട്ടോ അത് കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനത് കഴുകി എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്ലേറ്റ് എടുത്തിട്ട് കുഴയ്ക്കാനുള്ള കാര്യങ്ങളല്ല, പരത്താനുള്ള കാര്യങ്ങളും എന്നൊക്കെ നോക്കുക കേട്ടോ. എനിക്ക് ഈ ചപ്പാത്തി ആയാലും പൂരി ആയാലും പരത്തുമ്പോൾ റൗണ്ടിൽ കിട്ടുമെന്നില്ല. പിന്നെ ഇപ്പോൾ പരത്തി കുറച്ചൊക്കെ റൗണ്ട് ആവാൻ തുടങ്ങി. ആദ്യം ഒരു ഷേപ്പ് ഉണ്ടാവില്ലായിരുന്നു. പിന്നെ പൂരിക്കൊക്കെ ഞാൻ പരത്തിയെടുക്കുമ്പോഴാണെങ്കിൽ കുറച്ച് നല്ലപോലെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കും കേട്ടോ. ചിക്കൻ ചില്ലിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചില്ലിയൊക്കെ കോരി മാറ്റി വെച്ച് അടുപ്പ് ഒഴിയുമല്ലോ, അപ്പോൾ ആ അടുപ്പത്ത് ഇതാക്കാലോ ഉണ്ട്. ചില്ലിയിൽ ഉപ്പ് കൂടി ഗായ്സ്, നല്ലോണം കൂടി ഗായ്സ്. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പൂരിക്കുള്ളതാണ് കേട്ടോ ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് റൗണ്ടിൽ കിട്ടും. ചെറിയ ചെറിയ പൂരി മതി പറഞ്ഞുകൊണ്ട് ചെറുതാട്ടോ ഉണ്ടാക്കണത് ഞാൻ. എനിക്ക് പൂരി ഉണ്ടാക്കി വലിയ എക്സ്പീരിയൻസ് ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പൂരിയേ ഉണ്ടാക്കാറില്ല. ഏട്ടൻ ഇങ്ങനെ വേണമെന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വേണം ഇങ്ങനെ ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വേണമെന്നൊക്കെ പറയുമ്പോഴേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ ഈ സാധനം. കാരണം ഞാൻ കഴിക്കാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. പക്ഷേ പുള്ളിക്കാരന് ഞാൻ കഴിക്കില്ല പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാക്കി കൊടുക്കായ്മയൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ എന്ത് കഴിക്കില്ല പറഞ്ഞാലും അതൊന്നും മേടിച്ചു കൊണ്ടുവരാതിരിക്കരുത്, ഞാൻ നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാമെന്ന് ഞാൻ പറയാറുണ്ട് കേട്ടോ ഇവിടെ. ഞാൻ വിചാരിച്ച പോലെ നല്ല ഗൈസ് പൂരി അടിപൊളിയായി കിട്ടി കേട്ടോ. അപ്പോൾ എനിക്കുള്ള കുറച്ച് ചപ്പാത്തിയും കാര്യങ്ങളും അടുത്ത് ഞാൻ ചുട്ടെടുക്കാം കേട്ടോ. എനിക്ക് പൂരി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തി കഴിക്കുള്ളൂ. അപ്പോൾ ഏട്ടനും വേണമെങ്കിൽ കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കിച്ചണും കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാട്ടോ ഞങ്ങളുടെ കിച്ചൺ. ചെറിയൊരു കിച്ചണാണ്, ഒരുപാട് സ്പേസ് ഒന്നുമില്ല. ഇതുപോലെ ഷെൽഫ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും സാധനങ്ങളൊക്കെ വെക്കാം. ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഷെൽഫും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല. കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ താഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പണ്ടത്തെ ബിൽഡിംഗ് പറഞ്ഞാൽ പണ്ടത്തെ ബിൽഡിങ്ങാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പൂരി ഇവിടെ ആയിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, അതുപോലെ രാവിലെ വെച്ച് കുറച്ച് ചോറുണ്ട്, പിന്നെന്താ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് സവാളൊക്കെ കട്ട് ചെയ്ത് ഇട്ടു. ചപ്പാത്തിയൊക്കെ റെഡി. ഇന്നത്തെ സ്പെഷ്യൽ ഇതാട്ടോ. ഇതെല്ലാം ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടനും വന്നിട്ട്. അപ്പോൾ ഏട്ടനും ഫുഡൊക്കെ കൊണ്ടുപോയി സഹായിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അന്ന് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇവിടെ ആകെ കിട്ടുന്നത് ചിക്കനും മട്ടനൊക്കെ കേട്ടോ. ബീഫ് കാര്യങ്ങൾ കിട്ടില്ല, അതുപോലെ മീൻ കിട്ടില്ല. നാട്ടിലത്തെ മീനും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഭോപ്പാലായിരിക്കുമ്പോൾ പിന്നെ നാട്ടിലത്തെ മീനെങ്കിലും കിട്ടുമായിരുന്നു. ഇവിടെ അതൊന്നും കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മീനിന് പിന്നെ ചളിച്ചവ ആയതുകൊണ്ട് അധികം മേടിക്കാറില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ എൻഡിങ് സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കൊച്ചു വീഡിയോ ആണ്, ഇഷ്ടമാണെന്ന് അറിയില്ല. ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള രീതികളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചത്. ബൈ.